കോഴിക്കോട് കുറ്റിക്കാട്ടൂർ 18-കാരൻ കടയുടെ തൂണിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചതിൽ KSEBിക്കെതിരെ കടയുടമ പി മുഹമ്മദ് തൂണിൽ ഷോക്കുണ്ടെന്ന് KSEBിയിൽ പരാതിപ്പെട്ടിട്ടും പ്രശ്നം പരിഹരിച്ചില്ല. യുവാവ് മരിച്ചതിന് ശേഷമാണ് വൈദ്യുതി വിച്ഛേദിച്ചത് എന്നും കടയുടമ. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ മഴ നനയാതെ കയറി നിന്നപ്പോഴാണ് 18-കാരൻ മുഹമ്മദ് റിജാസ് ഷോക്കേറ്റ് മരിച്ചത്. രാഹുൽ KV അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് മഴയുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ KSEBിയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളുണ്ട്, മണ്ണിടിഞ്ഞ് ഉണ്ടാകുന്ന അപകടങ്ങൾ. മലയോര മേഖലയാണ് കോഴിക്കോട്, ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മേഖലയാണ്. നിലവിലത്തെ മഴ എങ്ങനെയാണ്? ഈ പരാതിയുടെ വിശദാംശങ്ങൾ കൂടി പറയണം. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് പെയ്തത്. നഗരത്തിൽ എല്ലായിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജനജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥ. ചെറിയ വാഹനങ്ങളിൽ, സ്കൂട്ടറിലായാലും ഓട്ടോറിക്ഷയിലായാലും നഗരത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വെള്ളക്കെട്ടാണ് സ്റ്റേഡിയം ജംഗ്ഷനിലും KSRTC ബസ് ടെർമിനലിന് മുൻപിലുമൊക്കെ രൂപപ്പെട്ടത്. അതിൽ കുറ്റിക്കാട്ടൂരിൽ നിന്ന് അതിദുഃഖകരമായൊരു സംഭവമാണ് ഉണ്ടായത്. 18 വയസ്സുകാരനാണ് ദാരുണമായി മരണപ്പെട്ടത്. രാത്രി മഴ പെയ്യുന്ന സമയത്ത് മുഹമ്മദ് റിജാസ് സ്കൂട്ടറിൽ വരികയാണ് ഉണ്ടായത്. സ്കൂട്ടർ തകരാറിലായി. തുടർന്ന് സഹോദരനെ വിവരമറിയിച്ചു. സഹോദരൻ റിജാസിനെ കൂട്ടുന്നതിന് വേണ്ടി കാറിൽ വന്നിരുന്നു. ആ സമയത്ത് ഈ കടയുടെ വരാന്തയിലേക്ക് ഈ സ്കൂട്ടർ മാറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വരാന്തയിലേക്ക് കയറിയത്. ആ സമയത്ത് നമ്മളിതാ ഈ തൂണിൽ റിജാസ് പിടിച്ചു. അതാണ് ഷോക്കേൽക്കാൻ കാരണമായത്. ഈ കടയുടെ വരാന്തയിൽ തന്നെയുള്ള നടുക്കത്തെ തൂണിൽ നിന്ന് ഷോക്കേറ്റാണ് റിജാസ് മരണപ്പെട്ടത്. ഇതിന് ഈ തൂണിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ KSEB അറിയിച്ചിരുന്നു. പക്ഷേ അത് പരിഹരിക്കുന്നതിനുള്ള നടപടിയൊന്നും തന്നെ KSEB സ്വീകരിച്ചില്ല എന്നൊരു പരാതിയാണ് ഉടമയ്ക്കും അതുപോലെ തന്നെ സമീപവാസികൾക്കും എല്ലാം തന്നെ ഉള്ളത്. ഉടമ മുഹമ്മദിക്കാണ് നമ്മോടൊപ്പം ചേരുക. ഈ നടുക്കത്തെ തൂണിൽ ഷോക്കുണ്ട് എന്ന് KSEBയോട് പറഞ്ഞിട്ട് അവർ വന്ന് നോക്കി നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നാണ്. ഇല്ല, അതെ. അതായത് മൊത്തത്തിൽ ഇതിനൊരു ഷോക്ക് എർത്ത് അടിച്ചുകൊണ്ടിരുന്ന് 2-3 ദിവസം 17-ാം തീയതി മുതൽ 17-ാം തീയതി രാത്രി വിളിച്ചപ്പോൾ അവരെ കിട്ടിയില്ല. ഒരു 5-8 പ്രാവശ്യം വിളിച്ച്. അപ്പോൾ KSEB ഫുൾ എൻഗേജ്മെൻറ്റ് എൻഗേജ് ആകുമ്പോൾ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ 18-ാം തീയതി രാവിലെ വീണ്ടും ഞാനും വിളിച്ച് എൻ്റെ തൊട്ടടുത്തുള്ള കടയുടമയും വിളിച്ചിട്ട് അങ്ങനെ ഒരു എർത്തടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ഉടനെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നും വന്നില്ല. 18-ാം തീയതിയും വന്നില്ല. വരാൻ 19-ാം തീയതി വീണ്ടും ഞാൻ ഇവിടെ തൊട്ടടുത്ത് 19 ഇന്നലെ വീണ്ടും ഞാൻ ഇവിടെ ഒരു മരം വീണ്ടും ഒരു മുറിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഫോണിലേക്ക് ഒരു ഫോൺ വന്ന് ആ നമ്പർ വെച്ചിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവരിവിടെ ഒരാൾ വന്നിട്ട് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങളെ ഇത് ഞാൻ നിങ്ങളെ കൺസ്യൂമർ എടുത്തങ്ങായിട്ട് KSEBിയിൽ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കഴിയുമ്പോൾ ആളെ പറഞ്ഞേക്കാം പറഞ്ഞ പോലെ പോയതാണ്. പിന്നെ മരിക്കുന്നവരെ ആരും വിട്ടില്ല. ഇതാ സംഭവം ഉണ്ടായത്. യുവാവ് മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷമാണോ വൈദ്യുതി നിശ്ചയിച്ച് മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ ഈ തൊട്ട് വൈദ്യുതി ലൈനാണ്. അവിടെ ഈ മാവിൻ്റെ ശിഖരം ഇങ്ങനെ ടച്ചായി നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. അതൊന്നും വെട്ടിമാറ്റുന്നതിനൊന്നും ചെയ്യില്ല. അത് ഒരു കൊല്ലത്തിലൊരു വിരലുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം എത്തിയിട്ടില്ല. ഓരോ പ്രാവശ്യം വന്നിട്ട് അവര് മൊത്തത്തിൽ വെട്ടലുണ്ട്. തെങ്ങിൻ്റെയും കോവിൻ്റെയും മാവിൻ്റെയും ഒക്കെ ഇലകൾ. ഈ പ്രാവശ്യം ഒരു വന്നില്ല. വരുന്നു പ്രതീക്ഷിക്കുകയാണ്. അക്കരയൊക്കെ അപ്പുറത്തെ വാർഡിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അന്നും വെട്ടിയിട്ടുണ്ട്. ഈ തൂണിൽ നിന്ന് വേറെ ആർക്കെങ്കിലും ഷോക്ക് ഏറ്റിട്ടുണ്ടോ? 2-3 ആളൊക്കെ ഇവിടെ വന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു തരിപ്പ് മാതിരി ഉണ്ടായിട്ടുണ്ട്. പറയണം, അതായത് ഒരു തരിപ്പ് മാതിരി ഉണ്ടായിട്ടുണ്ട്. തരിപ്പ് മാതിരി ഇങ്ങനെ തൊട്ടപ്പം ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾക്കും ഈ തൂണിന്ന് ഷോക്ക് ഇട്ടിട്ടുണ്ടോ? എപ്പോഴാണ് സംഭവം? ആ തൂണല്ല, ഈ തൂണൊന്ന് അടിച്ചടിച്ചു. എപ്പോൾ? ഇന്നലെ രാത്രി 9-9:15 സമയത്ത്. ഇന്നലെ രാത്രി. അപ്പം നമ്മുടെ മൂപ്പർക്ക് തേങ്ങ പരിപാടിയാണ്. അപ്പോൾ തേങ്ങ കൊടുക്കാൻ വന്ന സമയത്താണ് ഞാൻ എൻ്റെ കാറിലേ വന്നിരുന്നത്. അപ്പോൾ കാർ ഞാൻ അങ്ങോട്ടാക്കിയിട്ട് അതിൻ്റെ ഡിക്കിയിൽ നിന്ന് ചാക്ക് എടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അടിച്ചത്. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ വിവരം പറയും ചെയ്ത് ഇവരടുത്ത് കാര്യം പറഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം KSEBിയിൽ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്തതാണ്. ഓൾറെഡി 2 ദിവസം 3 ദിവസം മുന്നേ പരാതി കൊടുത്തതാണല്ലോ. ഇന്നലെ രാവിലെ 11 മണിക്ക് തൊട്ട് ഇവിടെ വന്ന് അന്വേഷിച്ച് പോയതുമാണ്. പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ല. കട്ട് ചെയ്തതിനുള്ള നടപടി അപ്പം ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു. അതിന് ശേഷം കട്ട് ചെയ്തു. അതിനുശേഷം അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം രാത്രി എപ്പോഴും അവർ വന്ന് കട്ട് ചെയ്ത് പോയത്. നിങ്ങളിവിടെ കടയില്ല അല്ലേ? ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ പരാതി പറഞ്ഞതുപോലെ തന്നെ KSEBിക്ക് കൊടുത്തതാണ്. KSEBിയിൽ പരാതി നിരന്തരമായി വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ
അവർ ജീവനക്കാർ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ എർത്ത് ഉണ്ട് എന്നുള്ളതും ഷോക്ക് അടിക്കുന്നുണ്ടെന്നുള്ളതും അവർക്ക് ബോധ്യപ്പെട്ടതാണ്. ബോധ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇത് പോസ്റ്റിൻ്റെ മുകളിൽ നിന്നുള്ള സർവീസ് വയറിലുണ്ടായ ലീക്കാണ് ഈ അപകടത്തിന് കാരണം. അത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മളോട് അവിടുത്തെ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്.